അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ളത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ആണ്. ഇത് സ്റ്റാൻഡേർഡ് മെറൂൺ എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ. ഡ്യുവൽ ചാനൽ ABS വരുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വണ്ടികൾ ഇഷ്ടപ്പെടുന്ന അല്ലാന്നെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ യുവർ റസോ 25 വിത്ത് ന്യൂ ബുള്ളറ്റ് 350 ഗൈസ്. ലെറ്റ്സ് റൈഡ്. ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്തിട്ടൊന്ന് ഓടിച്ചാലോ. ഓക്കെ, ഇതിപ്പം 1901 തൊട്ട് ബുള്ളറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന തരത്തിൽ ആ ഒരു ഡിസൈനിൽ തന്നെ അവരുടെ ഏറ്റവും പുതിയ J സീരീസ് എഞ്ചിനിലാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നേക്കുന്നത്. ആൾമോസ്റ്റ് നമ്മുടെ മെറ്റീരിയലിനകത്തും ക്ലാസിക്കിനകത്തെല്ലാം കണ്ടുവരുന്ന J സീരീസ് എഞ്ചിൻ തന്നെയാണ് ഇതും. ഇവിടെ ഭയങ്കര ചീവിരൻ നോയ്സ് ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. ആ ഒരു ഐക്കോണിക് ലോഗോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടാങ്കിലും അതേപോലെ സൈഡ് ബോക്സിലും ഈ ഒരു ലോഗോസ് കാണാൻ പറ്റും. ഏറ്റവും പുതിയ സീറ്റാണ് വന്നേക്കുന്നത്. ഏറ്റവും പുറകിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റൗണ്ട് ടൈപ്പ് ബ്രേക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഓറഞ്ച് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെയാണ് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ഏറ്റവും ആൾക്കാർ കൂടുതൽ ചോദിച്ചുകൊണ്ട് ചോദ്യം എന്ന് വെച്ചാൽ പുതിയ ബുള്ളറ്റ് വരുമ്പോഴത്തേന് അതിൻ്റെ റിയറിലെ ടയർ സൈസ് കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ റിയറിലെ ടയറിൻ്റെ സൈസ് ഉണ്ടോ? അപ്പം അത്യാവശ്യം ടയർ സൈസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസിക്കിൻ്റെ പോലെ തന്നെ ടയർ സൈസ് കൂടിയിട്ടുണ്ട്. 120/80/90 സെക്ഷൻ ടയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ വണ്ടികളിൽ ടയർ സൈസ് കുറവായിരുന്നു. അതേപോലെ തന്നെ മഡ് ഗാർഡും കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലും ടയർ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടയർ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നീട് മെയിൻ മാറ്റം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. പഴയ ആ ടൈപ്പ് ഹെഡ്ലൈറ്റൊക്കെ മാറി ഇപ്പോൾ ഒരു പക്ക മിറർ ഫിനിഷ് ടൈപ്പിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് ഹാലജൻ ആണ്, LED അല്ല. പക്ഷേ ഹാലജൻ തന്നെയാണ് നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ. പിന്നീട് ടൈഗർ ലാംപ്സ് ഓൾസോ വന്നിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഉള്ള മാറ്റങ്ങൾ. നമുക്കിത് പതിയെ ഇവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങി വണ്ടിയുടെ ബാക്കി കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. നീങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഇവൻ്റെ മീറ്റർ കൺസോളും കൂടെ നോക്കാം. കയറിയിരിക്കുമ്പോൾ എനിക്ക് പ്ലാന്റ് ഫൂട്ടാണ്, രണ്ട് കാലും പ്ലാന്റ് ഫൂട്ടാണ്. മീറ്ററിനകത്തോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു സ്പീഡോമീറ്റർ, അതിനകത്ത് വാർണിംഗ് ലൈറ്റ്സുകൾ കാണാൻ പറ്റും, ABS, ബാറ്ററി, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഫ്യൂൽ ഗേജ് കാണാൻ പറ്റും, ട്രിപ്പ് 1, ടൈം, ഓഡോമീറ്റർ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ട്രിപ്പ് നാവിഗേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. സ്വിച്ചസ് വരുമ്പോഴത്തേന് റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ്. നമ്മുടെ എൻഫീൽഡിൽ കണ്ടുവരുന്ന പോലെ തന്നെ റൊട്ടേഷൻ ടൈപ്പ് സ്വിച്ചസ് ആണ് വരുന്നത്. ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ. ടാങ്ക് കപ്പാസിറ്റി 30 ലിറ്ററാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ എക്സോസ് നോട്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ് നോട്ട്. അപ്പം പെരിയ നമുക്ക് ഇവിടുന്ന് ചലിക്കാം. നല്ലൊരു സ്ഥലമാണിത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. പഴയ ബുള്ളറ്റ് പോകും നമ്മുടെ പഴയ ബുള്ളറ്റ് UC എഞ്ചിൻ. ഓക്കെ, എന്തായാലും കാര്യമായി ആ വണ്ടി കണ്ടുകൊണ്ടാണ്. അതിൻ്റെ ആ ഒരു സൗണ്ടും തമ്പൊന്നും ഇതിനകത്ത് കിട്ടൂല കേട്ടോ. അതെന്തായാലും ആദ്യം തന്നെ പറയാം. ആ ഒരു പഴയ UC എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും തമ്പോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു UC എഞ്ചിൻ്റെ അതേ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ നമുക്ക് J സീരീസ് എഞ്ചിനകത്ത് കിട്ടത്തില്ല. J സീരീസ് എഞ്ചിൻ UC എഞ്ചിൻ വെച്ച് നോക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ എന്നല്ല ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആ എഞ്ചിനകത്ത് നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും ഇതിനകത്ത് അവർ മാറ്റാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. മെയിൻ കാരണം ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എഞ്ചിൻ്റെ സ്ട്രെസ്സ്, അതെല്ലാം J സീരീസ് എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മാറി. നമുക്കൊരു 60, 80 അല്ലാന്നുണ്ടെങ്കിൽ 90 നമുക്ക് ഈസിയായിട്ട് ക്രൂസ് ചെയ്യാനായിട്ട് J സീരീസ് എഞ്ചിനകത്ത് പറ്റും. സ്ട്രെസ് ഇല്ലാതെ പോകാനായിട്ട് പറ്റും. ആ ഒരു കംപ്ലൈൻറ്റ് ആയിരുന്നു മെയിനായിട്ടും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു വികാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ബേസിക്കലി ഇപ്പോഴും ബുള്ളറ്റ് ചോദിച്ച് വരുന്ന ആൾക്കാർക്ക് പഴയ വണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സെയിൽസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. മനുഷ്യരാണ്, അവർക്കെല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ്. പക്ഷേ കമ്പനിക്ക് അത് നോക്കിയിരിക്കാൻ പറ്റില്ല. കമ്പനി കാലം മാറുന്നതനുസരിച്ചിട്ട് മാറിയേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സെയിൽസ് ഡീഗ്രോത്ത് ആവും. പക്ഷേ ഇതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു അവർ J സീരീസ് എഞ്ചിനിലേക്ക് കൺവേർട്ട് ചെയ്തതും ഇങ്ങനൊരു മുതൽ അവർ ഇറക്കി വിട്ടത്. എന്ന് വെച്ചാൽ പഴയ വണ്ടിയുടെ ആ ഒരു സസ്പെൻഷൻ അത്യാവശ്യം എടുത്ത് കേട്ടോ. അത് ആ ഒരു കട്ട് നല്ലപോലെ ചവിട്ടി എടുത്തിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര കട്ടിയാണ് അവിടെ
പക്ഷേ എന്നാലും നമുക്ക് ഈ ഡെയിലി യൂസ് ചെയ്യുമ്പം പെട്ടെന്നുള്ള കട്ടറുകളിൽ നിന്നും എല്ലാം ഈ ഒരു സസ്പെൻഷൻ അത്യാവശ്യം നമുക്ക് രക്ഷ നേടുന്നുണ്ട്. അതാണെങ്കിൽ ഇപ്പം ഇതൊന്ന് ചാടിച്ചാണ് ചേട്ടാ, പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് വലിയ ഇമ്പാക്റ്റ് ഒന്നും വരാതെ തന്നെ ഇത് ചാടിക്കോളും. 100 അത്രയും ഹാർഡല്ല സസ്പെൻഷൻ, ഇത് കുറച്ചുകൂടെ നമുക്ക് സോഫ്റ്റാണ്. കട്ടറൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഫീലിങ്സ് ഒന്നും വരത്തില്ല. പക്ഷേ ഒരു അഡ്വഞ്ചറിൻ്റെ പോലെ അത് പെർഫോം ചെയ്യില്ല. ഇത് ബേസിക്കലി ഒരു റോഡ്സ്റ്ററാണ്. അപ്പം ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സാധനം പെർഫോം ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞത് വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യമാണ്. എഞ്ചിൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എഞ്ചിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു എഞ്ചിനിൽ തന്നെ അവർ പല പല കാറ്റഗറീസ് കൊണ്ടുവന്നിട്ടുണ്ട്, പല മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ എല്ലാം യൂസ് ട്യൂണിങ്ങിനകത്തും എല്ലാം മാറ്റം ഉണ്ടാവും. അത് ഓരോ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് സെയിം എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ഫീൽസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ബുള്ളറ്റ് 350 ഒരു റൈഡിങ് സ്റ്റാൻഡ്സ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ടെസ്റ്റ് റൈഡ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുക്കാം. ഒരു ബുള്ളറ്റ് 350 നിങ്ങൾ ഡെയിലി യൂസിന് നോക്കുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസ് പർപ്പസ് അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ട് ചെറിയ റൈഡ്സ് പോകേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി വിസിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം കംഫർട്ട് ഉണ്ട്, ബെഞ്ച് സീറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റും. പക്ഷേ പുതിയ JCB എഞ്ചിൻ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത് പഴയ വണ്ടിയാണ്. കാരണം പഴയ വണ്ടികളൊപ്പം ആൾക്കാർ അതിൻ്റെ കുറ്റം പറയും. പുതിയ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പഴയതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ യൂഷ്വലി ഈ വണ്ടിക്കും ഇറങ്ങിയ ടൈമിൽ പഴയ വണ്ടി ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടും. പഴയ വണ്ടി അതിൻ്റെ ഫീലിന് വേറെ തന്നെയാണ്. അതിൻ്റെ ഫീല് നമുക്ക് പുതിയ വണ്ടിയിൽ കിട്ടില്ല. ഡെഫിനറ്റ്ലി 100% അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടില്ല. പക്ഷേ അതിൽ ആഗ്രഹിച്ച് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് ആ വണ്ടിക്ക്. അത് മാറിയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അത് മുഴുവൻ എൻഫീൽഡിലേക്ക് വരാതിരിക്കുന്ന കുറേ ആളുകളും ഉണ്ടായിരുന്നു ബുള്ളറ്റിലേക്ക്. അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആ UC എഞ്ചിൻ തരുന്ന കുറച്ച് പണികൾ, ടയർ സൈസ്, മീറ്ററിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു വിഭാഗം ആൾക്കാർക്ക് പറ്റിയ ഓപ്ഷനാണ് പുതിയ JCB എഞ്ചിൻ എന്ന് വെച്ചാൽ. കാരണം ഇതിനകത്ത് അവർ അന്ന് നമ്മൾ ചോദിച്ചിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇതിനകത്തുള്ള മറുപടി ഉണ്ട്. എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയി, മീറ്റർ കൺസോളിനകത്ത് ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ വന്നു, ഇൻഡിക്കേഷൻസ് വന്നു, USB ടൈപ്പ് ചാർജേഴ്സ് കൊണ്ടുവന്നു, സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും മാറി, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി വണ്ടി പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഒരിക്കലും ഇത് ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസായിട്ട് കമ്പയർ ചെയ്യില്ല. പഴയ നമ്മുടെ ബുള്ളറ്റ് 350 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് മോർ ബെറ്റർ അങ്ങനെ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നല്ല മാറ്റമുണ്ട് വണ്ടിക്ക്. ലുക്സിൽ ആ ഒരു പഴയ ബുള്ളറ്റ് 350 അതേ ലുക്സ് തന്നെയാണ് പിടിച്ചേക്കുന്നത്. ആ ഒരു ഗോൾഡൻ ലൈനും ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വണ്ടി ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ പഴയ ബുള്ളറ്റിൻ്റെ കൂട്ട് തന്നെയാണ്. അതിൽ ബറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിനകത്ത് വിൻറ്റേജ് ടെയിൽ ലൈറ്റും സീറ്റ്സും തന്നെയാണ് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് 350 ഡ്യുവൽ ചാനൽ ABS മോഡലിനകത്തും ആ ഒരു സീറ്റ്സും ടെയിലാകുമ്പം കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് സ്പെയർ ഈ സാധനം വാങ്ങിച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ആ ഒരു വിൻറ്റേജ് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതിയിൽ കസ്റ്റം ചെയ്യാം. അതല്ല കുറച്ചും കൂടി മോഡൽ ലുക്കുള്ള ബുള്ളറ്റാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ്സും ഈ ഒരു ടെയിലാകുമ്പം റൗണ്ട് ടൈപ്പ് ടെയിലാകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും ബുള്ളറ്റുകൾ പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിലൊരു വികാരമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓടിച്ചു പോകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് ഭയങ്കരമാണ്. ഒരു വിൻറ്റേജ് ലുക്കിൽ ഒരു റോയൽ കാറ്റഗറിയിലുള്ള വണ്ടി പോകുമ്പം ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ട് പല ബുള്ളറ്റുകളും പോകുമ്പോൾ. പക്ഷേ ആ ഒരു ഫീലിങ്സ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടത്. അതിൽ തന്നെ മോഡേൺ വേഷൻ നോക്കുന്നവർക്ക് ക്ലാസിക്കലോട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പോകാനായിട്ട് പറ്റും. പക്ഷേ പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. അത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു 60 km/h സ്പീഡിലാണ്. അതിൽ നമ്മളിപ്പം 5th സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാലും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഗിയർ ഡൗൺസ് ഒത്തിരി ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഹൈ ഗിയറിലും ലോ സ്പീഡിലും നമുക്ക് പോകാനായിട്ട് പറ്റും വണ്ടിയിൽ. ഇതിപ്പം വീണ്ടും 5th ഗിയറിൽ നമ്മൾ 50ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നൊരു കാര്യങ്ങളോ ഇതുവരെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. എഞ്ചിൻ അത്രയും സ്ട്രെസ്സും ചെയ്യുന്നില്ല, കൂളായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എപ്പോൾ ഇവിടുന്ന് കൈ കൊടുത്താലും വണ്ടി ഈസിയായിട്ട് തന്നെ കയറിക്കോളും. അതിനൊരു ലാഭമോ കാര്യങ്ങളോ ഒന്നും
ഇല്ലാതെ തന്നെ വണ്ടി കയറിക്കോളും. അപ്പം നിങ്ങൾക്ക് സിറ്റീസിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈവേസ് ഇങ്ങനെ ക്രൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷനാണ്. ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ട് റൈഡൊക്കെ എടുക്കാനായിട്ടും വണ്ടി ഓക്കെയാണ്. ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം ഹാർഡാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് അല്ല, സ്റ്റോക്ക് ചെയ്യുന്ന സീറ്റ് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേന് വലിയ വേദനയൊന്നും എടുക്കുന്നില്ല. പക്ക സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഇത്തിരി ഹാർഡാണ്, അത്രയ്ക്ക് ഹാർഡല്ല. ആ ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുന്നൊരു സീറ്റാണ് ഇതിൻ്റെ. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് റൈഡ്സ് ഈസി ആയിട്ട് തന്നെ ഓടിക്കാനായിട്ട് പറ്റും. വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. അണ്ണന്മാർ ടി വി ഒക്കെ കണ്ടുകൊണ്ട് പോവാ. ടി വി അല്ല, മൊബൈലിൽ എന്തൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഈ വണ്ടിയിൽ ശരിക്കും AC ഡിസൈനാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും ഓടിക്കാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. സ്പീഡിൽ പോവും, നമുക്ക് എൻജിൻ വൈബ്രേഷൻ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരത്തില്ല. ഒരു 70-80 തന്നെ ഒരു പോകും വണ്ടി. പക്ഷേ ഇതെപ്പോഴും ഓടിക്കാനൊരു ഒരു സീറ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു 60 to 70, 80 ആ ഒരു റേഞ്ചിൽ ഓടിക്കാനായിരിക്കും ഇത് ഭയങ്കര സുഖമായിട്ട് തോന്നുന്നത് കേട്ടോ. അത് ആ ഒരു ഓരോ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ആ ഒരു ഫീലിൽ ഇത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര സുഖമാണ്. അതിൻ്റെ എക്സോസ് നോട്ടൊക്കെ കേട്ട്, ഇതിൻ്റെ എക്സോസിൻ്റെ നോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ലൗഡൊന്നും അല്ല. പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം ബേസിക്കലി ഒരു BS6 എഞ്ചിനാണ്. ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൗഡ്നെസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എത്രയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോട്ടൊക്കെ പറയാം. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് ഫസ്റ്റ് 500 അല്ലാന്നുണ്ടെങ്കിൽ 45 ഡേയ്സിനാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസിനകത്ത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഫസ്റ്റ് സർവീസിന് വരും. ഓയിൽ ചേഞ്ച് വരുന്ന സർവീസിന് ഏകദേശം 1800 റുപ്പീസിൻ്റെ അകത്താകും. ഓയിൽ ചേഞ്ച് ഉള്ള സർവീസിന് വിത്തൗട്ട് ലേബർ. ആദ്യത്തെ 4 സർവീസാണ് റോയൽ എൻഫീൽഡ് ഇതിന് ലേബർ ചാർജ് ഇല്ലാതെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫ്രീ സർവീസ് എന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത് മാനുവലിനകത്ത്. അപ്പം ഫസ്റ്റ് 4 സർവീസിനകത്ത് ഓയിൽ ചേഞ്ച് വരുന്നത് 2 സർവീസിന് ഓയിൽ ചേഞ്ച് വരും. ഓരോ 10,000 കിലോമീറ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 12 മന്ത്സിലായിരിക്കും ഓയിൽ ചേഞ്ച് ഉള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നത്. 500 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഓയിൽ ചേഞ്ച് വരുന്നത് ഏകദേശം 10,000 കിലോമീറ്ററില്ല. പക്ഷേ 5,000 നിങ്ങൾക്കൊരു സർവീസ് ഉണ്ടാവും, ജനറൽ സർവീസ് ഉണ്ടാവും. 5,000 അല്ലാന്നുണ്ടെങ്കിൽ 6 മന്ത്സിൽ നിങ്ങൾക്ക് ജനറൽ സർവീസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഓയിൽ ടോപ്പപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ചെക്കപ്പും കാര്യങ്ങളും ജനറൽ സർവീസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓയിൽ ചേഞ്ച് ഉണ്ടാവില്ല അതിനകത്ത്. അതിന് ഏകദേശം ഒരു 500 റുപ്പീസിന് അകത്തായിരിക്കും കോസ്റ്റ് വരുന്നത്. ഇത് ലേബർ ചാർജ് ഇല്ലാതുള്ള കോസ്റ്റാണ് കേട്ടോ. വിത്ത് ലേബറും കൂടെ ആകുമ്പോഴത്തേന് ഏകദേശം 2,000 റുപ്പീസിനകത്ത് ഓയിൽ ചേഞ്ചിനുള്ള എമൗണ്ട് ആവും. 2,000 അല്ലെങ്കിൽ 2,500 അകത്തേ ആവുള്ളൂ. അത് വൺസ് ഇയർലി ആണ് വരുന്നത്. 10,000 കിലോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ 12 മന്ത്സിലാണ് ഓയിൽ ചേഞ്ച് നിങ്ങൾക്ക് വരുന്നത്. ബേസിക്കലി അത് നോക്കുമ്പോൾ ഒരു 350cc എഞ്ചിന് നോർമൽ റേറ്റ് ആണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. പിന്നീട് പാർട്സ് അവൈലബിലിറ്റി ആണെന്നുണ്ടെങ്കിലും സർവീസ് സെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും എൻഫീൽഡിന് അത്യാവശ്യമുണ്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സർവീസ് സെൻറ്റേഴ്സിൻ്റെയും അവിടുത്തെ ബിഹേവിയറും. ഓരോ ഫ്രാഞ്ചൈസീസ് ആണല്ലോ ഇപ്പം എൻഫീൽഡ് കേരളത്തിലായാലും നോക്കുന്നത്. അപ്പം ചിലർക്ക് ചില ഫ്രാഞ്ചൈസീസിലെ ചെയ്യുന്ന സർവീസ് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അത് ബേസിക്കലി ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി ഒരിടത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് ചെയ്തിട്ട് അടുത്ത ഷോറൂമിലേക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഷോറൂമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാനായിട്ട് പറ്റും. എവിടെ ചെന്നാലും നിങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. മാനുഫാക്ചേഴ്സ് പറയുന്ന വാറണ്ടിയിൽ നിങ്ങൾക്ക് വരുന്ന കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ റിസോൾവ് ചെയ്ത് തരും. എൻഫീൽഡ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാവും. അത് ഞാൻ ഒരിക്കലും ഒരു സർവീസ് സെൻറ്ററിനെ മാത്രം കുറ്റം പറയല്ല. ബേസിക്കലി ഓരോ സർവീസ് സെൻറ്ററുകളിലും നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നവരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നവരുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദെയർ മൂഡ്സ് അങ്ങനെ പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഒരുവിധം എനിക്ക് തോന്നുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ പല കസ്റ്റമേഴ്സിനും. വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും ആൾക്കാർക്കാണ് കൂടുതലും കംപ്ലയിൻറ്റ്സ് വരുന്നത്. സോ അവരുടെ ബിഹേവിയറൊക്കെ ഒന്ന് സെറ്റായി
എന്നുണ്ടെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് തന്നെയാണ് മെയിനായിട്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പോകാനായിട്ടുള്ള കാര്യം. കസ്റ്റമർ നമ്മളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ കംപ്ലയിൻറ്റ് അവരുടെ ഇടയിൽ നിന്ന് നിൽക്കും, അവർ റിസോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കും. സോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് കസ്റ്റമറിന് ലഭിക്കുന്നതുകൊണ്ടാണ് അത് ഇഷ്യൂസായിട്ട് തന്നെ പോകുന്നത്, കൂടുതലും ഇഷ്യൂസായിട്ട് തന്നെ പോകുന്നത്. റിസോൾവ് ചെയ്താൽ പോലും ഇൻ കേസ് ബൈക്കിൻ്റെ പ്രോബ്ലം റിസോൾവ് ചെയ്താൽ പോലും ആ ഒരു ഇഷ്യൂസ് അവിടെ ഇഷ്യൂ ആയിട്ട് തന്നെ നിലനിൽക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇത് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വണ്ടിയെക്കുറിച്ചുള്ള ചെറിയൊരു ടോക്കാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബുള്ളറ്റ് 350 എടുക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നവരേക്കും ഇറ്റ്സ് മീ യുവർ റെസ്പെക്ട് 25 സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ലവ് യു ഗൈസ്.